തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് പങ്കെടുക്കും. ഇതര സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും ദേശീയ നേതാക്കളും രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ പ്രമുഖരും ചടങ്ങിനെത്തും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പന്തൽ നിർമ്മാണം പുരോഗമിക്കുകയാണ്. അരുൺ സോളമനാണ് ചേരുന്നത്. അരുൺ, 10 വർഷത്തിന് ശേഷം UDF സർക്കാർ വരികയാണ്. വിജയ് എത്തുമെന്ന് ഉറപ്പായിരിക്കുന്നു. മറ്റ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരെത്തും. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അങ്ങനെ ദേശീയ നേതാക്കളുടെ ഒരു നീണ്ട നിരയുണ്ടാകും. ആഘോഷമായിരിക്കും ചടങ്ങുകൾ എന്നുറപ്പാണ്. പ്രവർത്തകരുടെയും അണികളുടെയും ഒരു തള്ളിക്കയറ്റം ഉറപ്പായും ഉണ്ടാകും. 10 വർഷത്തിനു ശേഷം ഇത്രയും വമ്പിച്ച വിജയം നേടി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ എന്താണ് ഒരുക്കങ്ങൾ? വിനീത, ഇതിൽ 10 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് കോൺഗ്രസിന് അധികാരം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ കാസർഗോഡ് തൊട്ട് പാറശാല വരെയുള്ള മുഴുവൻ മലയാളികളെയും സ്വീകരിക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളുമാണ് കഴിഞ്ഞ 2 ദിവസമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നു വരുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഏകദേശം 50-ലധികം വരുന്ന തൊഴിലാളികളാണ് ഈ നിർമ്മാണ പ്രവർത്തനത്തിലുള്ളത്. നിലവിൽ സെൻട്രൽ സ്റ്റേഡിയത്തിലുള്ള 1 ലക്ഷത്തിലധികം വരുന്ന പൊതുജനങ്ങളെ അടക്കം ഉൾക്കൊള്ളിക്കാവുന്ന വിധത്തിലാണ് ഇവിടുത്തെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ സെൻട്രൽ സ്റ്റേഡിയത്തിന് 2 വശങ്ങളിലായിട്ട് വീഡിയോ വാൾ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ഈ വേദിയെ സംബന്ധിച്ച് വേദിയിൽ തന്നെ 10,000-ഓളം വരുന്നവരെ പങ്കെടുപ്പിക്കാനുള്ള ഒരുക്കങ്ങളാണ് നിലവിൽ നടക്കുന്നത്. അതിന്റെ മഴയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ വേദിയുടെ 2 ഭാഗങ്ങളിലായിട്ട് ഷീറ്റിട്ട് തന്നെ ഈ വരുന്ന പൊതുജനങ്ങളെ ഇരുത്താനുള്ള സംവിധാനങ്ങളുമുണ്ട്. ഇതിന് പുറമേ തന്നെ ഗതാഗത തടസ്സമുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വരുന്ന തിങ്കളാഴ്ച രാവിലെ 7 മണി മുതലായിരിക്കും ഈ ഗതാഗത സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. തൊട്ടടുത്തുള്ള ക്യാമ്പസുകൾ, പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, അതുപോലെ തന്നെ സംസ്കൃത കോളേജ്, മോഡൽ സ്കൂൾ അടക്കമുള്ള ക്യാമ്പസുകളും സ്കൂളുകളും കേന്ദ്രമാക്കിയായിരിക്കും പാർക്കിംഗ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലുള്ള പ്രധാനപ്പെട്ട വീഡിയോ വാളിനും നേരിട്ടും കാണുന്നതിനപ്പുറം തന്നെ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിലും ഈ വീഡിയോ വാൾ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ വളരെ വിപുലമായിട്ടാണ് ഈ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള ജോസഫ് വിജയ് പങ്കെടുക്കുമെന്ന് നിലവിൽ അനൗദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് എന്തായാലും തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുമെന്നാണ്. അത്തരത്തിൽ വളരെ ആവേശകരമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടന്നു വരികയാണ്. പ്രത്യേകിച്ചും MPമാരുടെയും MLAമാരുടെയും വാഹനങ്ങൾ നിലവിൽ സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിനുള്ളിൽ തന്നെ പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ മീഡിയയ്ക്കുള്ള വാഹനങ്ങൾ തൊട്ടടുത്തുള്ള സംസ്കൃത കോളേജ് അടക്കമുള്ള ക്യാമ്പസുകൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. അവിടെ വേദിയിൽ ചടങ്ങ് കാണാൻ പറ്റാത്തവർക്ക് പുറത്ത് LED വാളിൽ കാണാനുള്ള സൗകര്യവും ഒരുക്കുന്നുണ്ട്. അപ്പോൾ മഴയുണ്ട്, ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് വിപുലമായ ക്രമീകരണങ്ങളുണ്ട്. വിജയ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട ആളുകൾ എത്തുന്നുണ്ട്. മുഖ്യമന്ത്രിമാർ പലരും എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷയുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നഗരത്തിൽ അന്ന് ഗതാഗത നിയന്ത്രണവും ഉണ്ട് അല്ലേ അരുൺ സോളമൻ? വിനീത, നിലവിൽ രാവിലെ 7 മണി മുതൽ വാഹന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം 10 മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. എന്തായാലും തെക്കൻ ഭാഗം നോക്കുകയാണെങ്കിൽ പാപ്പനംകോട് മുതൽ കഴക്കൂട്ടം ആക്കുളം വരെയുള്ള ഭാഗങ്ങളിലാണ് നിലവിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പൂജപ്പുര ഗ്രൗണ്ട്, അതുപോലെ തന്നെ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിന്റെ പാർക്കിംഗ് ഗ്രൗണ്ട് അടക്കമുള്ളവ വിനിയോഗിച്ചുകൊണ്ടാണ് ഈ സത്യപ്രതിജ്ഞയ്ക്ക് എത്തുന്ന പൊതുജനങ്ങളുടെ അടക്കം മോട്ടോർ വെഹിക്കിൾ അടക്കമുള്ളവ പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ മറ്റു ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ആൾക്കാർ, പ്രത്യേകിച്ചും വാനുകളിലും ബസ്സുകളിലും എത്തുന്നവർക്ക് തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മോഡൽ സ്കൂൾ അടക്കമുള്ള തിരുവനന്തപുരം തമ്മാനൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ ആൾക്കാരെ ഇറക്കിയതിനു ശേഷം ഈ വാഹനങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പാർക്ക് ചെയ്യാനാണ് നിലവിൽ ഗതാഗത വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ആ തലത്തിൽ പൊതുജന പങ്കാളിത്തം, വളരെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കാനാണ് നിലവിൽ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പൊതുജനങ്ങളെ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഉൾക്കൊള്ളിക്കുന്നതിന് പരിധിയുണ്ട്. 1 ലക്ഷം പേരെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തന്നെയും പൊതുജനങ്ങൾക്ക് തകൃതിയായി നടക്കുന്നു. VD സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്നു. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ 10 വർഷത്തിന് ശേഷം എന്നതാണ്. അത് വലിയ ആഘോഷമാക്കാനുള്ള, കെങ്കേമമാക്കാനുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിനു മുൻപ് മന്ത്രിസഭാ രൂപീകരണം, ആ വലിയ കടമ്പ കടക്കണം, ആ പട്ടിക തയ്യാറാക്കണം, അത് ഗവർണർക്ക് കൈമാറണം.